ചെങ്ങൈമാരെ നമസ്കാരം. ഈ വണ്ടിയുടെ കോൺസെപ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് പതിയെ സമയമൊന്നുമായിട്ടില്ല. ഏകദേശം ഒരു 3000-3500 കിലോമീറ്റർക്ക് മുമ്പാണ് അതിൻ്റെ കോൺസെപ്റ്റ് റീപ്ലേസ് ചെയ്തത്. അത് കഴിഞ്ഞൊരു ട്രിപ്പിന് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇതിൻ്റെ ഹാൻഡിൽ ഇതുപോലെ വോപ്പിൾ ചെയ്യുന്നത് കണ്ടത്. കൈ എടുത്തു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന പോലെയാണ് ഹാൻഡിൽ. തീർച്ചയായിട്ടും ഈ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറി കാണിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. പ്രശ്നം കോൺസെപ്റ്റിൻ്റെ അല്ല, ഇതിൻ്റെ ഫ്രണ്ടിലെ വീൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്നുള്ളത്. പരാതിയൊന്നും പറയാനില്ല, കാരണം വണ്ടി ഏകദേശം 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വീൽ ബെയറിങ്ങിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഹോണ്ട ബിഗ് വിങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്നാണ് ഇത് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ നിങ്ങൾക്ക് ഏകദേശം ഒരു 1500-1600 രൂപ കോസ്റ്റ് ഇതിന് വരും. ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 200-300 രൂപ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഞാൻ ഷോറൂമിൽ പോയി ചെയ്യൽ കുറവാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ലോക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവരുടെ അടുത്ത് ഹോണ്ട ഹൈനസിൻ്റെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോണ്ട ഹൈനസ് CB350 RS ഇതൊക്കെ ഒരേ വീൽ ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 200-250 റുപ്പീസാണ് ഒരു ബെയറിങ്ങിന് വന്നത്. അങ്ങനെ 2 ബെയറിംഗ് ആണ് അവിടെ തന്നെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ സ്റ്റോക്ക് വീൽ ബെയറിംഗ് തീർച്ചയായിട്ടും ഒരു 35,000 എബോവ് ലൈഫ് എന്തായാലും കിട്ടും. എഗെയിൻ ഡിപ്പെൻഡ് അപ്പോൺ ദ റോഡ് കണ്ടീഷനാണ്. വളരെ മോശം റോഡിലൂടെ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ അതിലും കുറഞ്ഞ് ലൈഫ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല റോഡിലൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 35,000-40,000 എന്തായാലും ഇതിൻ്റെ ലൈഫ് കിട്ടും. ഒരു 40,000 എബോവ് ഇനി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഹാൻഡിൽ വോപ്പിൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺസെപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് കോൺസെപ്റ്റ് ലൂസാണോ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റിൻ്റെ അകത്തുള്ള ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കുക. ഈ 2 കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡിൽ വോപ്പിളിംഗ് ഉണ്ടാവും. രണ്ടാമത്തെ വീൽ ബെയറിങ്ങിൻ്റെ പ്രശ്നമാണ്. വീൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോപ്പിൾ ചെയ്യും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ടയറിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ടയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡൊക്കെ ചെത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോപ്പിളിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ടയർ പ്രഷർ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ടയർ നമ്മൾ മാനുവൽ ഗേജ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 4-5 പോയിൻറ്റ് കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ടയറിനെ കുറച്ചും കൂടി ഹാർഡാക്കും. പിന്നെ റഫ് ടെറൈനിലൂടെ ഓടിക്കുന്ന സമയത്ത് ശരിക്കും നമ്മളെ ഷോക്കിനും അതുപോലെ ബെയറിങ്ങിനും കോൺസെപ്റ്റിനൊക്കെ നല്ല അടി കിട്ടാനും അതിൻ്റെ ലൈഫ് കുറക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ റഫ് ടെറൈനിലൂടെ ഓടിക്കുന്ന സമയത്ത് മാക്സിമം സ്പീഡ് കുറച്ച് ഓടിക്കാൻ നോക്കുക. അതുപോലെ എൻ്റെ വണ്ടി സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു. 37,000 കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ തന്നെയാണ് അതിൻ്റെ സർവീസും ചെയ്തത്. 35,000 കിലോമീറ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 ലിറ്റർ മോട്യൂളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു, എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തു. പിന്നെ ക്രാങ്ക് കേസ് ബ്രീത്തർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയിനും എൻ്റെ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. ബാക്കിയുള്ള നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ്, അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറെ കാര്യമായിട്ട് കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് എല്ലാം കൂടി ഒരു 3,200 റുപ്പീസാണ് മൊത്തത്തിൽ സർവീസ് അടക്കം എനിക്ക് കോസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.